എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് തെല്ലവീവിലെ ഷൂ കാർമലിലാണ്. അതായത് 204, 17, 104 ഈ ബസ്സൊക്കെ കയറി വന്നാൽ നമുക്ക് ഇവിടെ എത്താം, ഈ ഷൂക്കിലെത്താൻ പറ്റും. അപ്പോൾ എൻ്റെ കൂടെ ഒരു നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി ചേച്ചി ഇവിടെ ഉണ്ട്, കാണാം. ഇതാണ് ചേച്ചിയുടെ പേര് പറഞ്ഞോ, നമ്മുടെ കൂട്ടുകാരൊക്കെ ഒന്ന് കാണട്ടെ. എൻ്റെ പേര് ജന്മ. നാട്ടിലെവിടെയാണ്? കോട്ടയം. ഹസ്ബൻഡ് എവിടെയാണ്? ഹസ്ബൻഡ് ഇപ്പോൾ കുവൈറ്റിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് പോകാം. അപ്പോൾ നമുക്ക് യാത്ര തുടരുവാണ്. ഇനി ഷൂക്കിൻ്റെ അകത്തെ കാഴ്ചകളെ കാണാം. ഈ ഷൂക്ക് എനിക്ക് തോന്നുന്നു ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഷൂക്കാണ്. കാരണം ഒത്തിരി ഔട്ട്സൈഡിൽ നിന്ന് ഒത്തിരി ആൾക്കാർ വരുന്ന ഒരു ഷൂക്കാണ്. അതുപോലെ തന്നെ എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു ഷൂക്കും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഷൂക്ക് ഒത്തിരി കാഴ്ചകൾ നിങ്ങൾക്ക് നൽകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കാഴ്ചകളിലേക്ക് പോകാം. ജോലി കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഭക്ഷണമൊന്നും കഴിച്ചിരുന്നില്ല. അപ്പം ഇവിടുന്ന് കുറച്ച് ഭക്ഷണമൊക്കെ മേടിച്ചിട്ടുണ്ട്. നമുക്ക് എവിടെയെങ്കിലും ഇരുന്നൊന്ന് കഴിക്കണം. അതിനൊന്ന് തപ്പി നോക്കുവാണ് എവിടെയാണ് ശാന്തമായിട്ട് ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലമെന്ന്. അത് നോക്കിക്ക് ഒരു ഫാമിലി പാക്ക് കാണാൻ ഉള്ളൊരു സൈക്കിള്. നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോയി നോക്കാം എന്താണ് അത്. നല്ലൊരു കൗതുകം കണ്ടിട്ട് തന്നെ പൂട്ടിയിട്ടേക്കുക കേട്ടോ. ഇതുകൊണ്ടോ സൈഡിൽ പൂട്ടിയിട്ടേക്കുക, ചങ്ങലയൊക്കെ ഉണ്ട്. അടിപൊളിയാണ്, എന്തായാലും കൊള്ളാം. ഞാൻ കുറേ നടന്നു, ഞങ്ങൾ രണ്ടുപേരും കുറേ നടന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇരിക്കുകയാണ് ഒരിടത്ത്. ഇവിടെ ഇരുന്നിട്ട് കുറച്ച് എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഈ മെസ്സേജ് ഉണ്ടോ? ഇത് ഹീബ്രു മെസ്സേജാ. എനിക്കിതൊന്ന് ഇംഗ്ലീഷിലേക്ക് അല്ലെങ്കിൽ മലയാളത്തിലേക്ക് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണം. നിനക്കറിയാമോ? നമ്മുടെ യു ഡിക്ഷണറി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ചേച്ചിയുടെ ഇതിനകത്തില്ലേ? ഇല്ല, ഞാൻ യു ഡിക്ഷണറി വഴിയാണ് ഇത് ചെയ്യുന്നത്. അതാ കണ്ടോ, യു ഡിക്ഷണറി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ് ഇത് യു ഡിക്ഷണറി. ഇത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ചെന്നാൽ ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിനകത്ത് 108 ലാംഗ്വേജുകളുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ഇപ്പോൾ ഒരു കാര്യം ചോദിക്കുക, സംസാരിക്കുക, ഇങ്ങനെ വോയിസ് പറഞ്ഞാൽ പോലും അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത് നമ്മൾ എവിടെയെങ്കിലും ബസ് സ്റ്റാൻഡിലൊക്കെ ചെന്ന് നമുക്ക് ഒരു ബോർഡ് വായിക്കാൻ പറ്റുന്നില്ല, ഇംഗ്ലീഷിലാണ് എഴുതിയേക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് മനസ്സിലാകുന്നില്ല എങ്കിൽ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുക. അപ്പോൾ ഇത് അതിൻ്റെ മീനിങ് മലയാളത്തിലേക്കാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷിലേക്കാണ് ഇത് കിട്ടും. പിന്നെ അതുമല്ല ഞാനിപ്പോൾ ഇസ്രായേലിനാണല്ലോ, ഇസ്രായേലി ഹീബ്രുവും കൂടെ അതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു കടയിലോ അല്ലെങ്കിൽ ഇവിടെ ഷോപ്പിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അവരുടെ വില ചോദിക്കാനോ അല്ലെങ്കിൽ മറ്റതിൻ്റെ ഉൽപ്പന്നത്തിന് എന്തെങ്കിലും ഡീറ്റെയിൽസ് ചോദിക്കാനാണെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയുക. അപ്പോൾ ഇംഗ്ലീഷിലേക്ക് ഇത് മാറ്റി കിട്ടും, ഹീബ്രുവിലേക്ക് ഇത് മാറ്റി കിട്ടും. അപ്പോൾ ഇത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് അതിനകത്തുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ അടിയിലുള്ള ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യുക, അതിൽ ലിങ്ക് ഉണ്ട്, നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഈസി ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇനി നമുക്ക് നമ്മുടെ യാത്ര തുടരാം. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, വളരെ തിരക്കേറിയ ഒരു മാർക്കറ്റിലേക്കാണ് പോകാൻ പോകുന്നത്. ഞാൻ വിചാരിക്കുന്നു നമുക്ക് അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മാർക്കറ്റ് ആയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പോകാം. ആദ്യമേ കാണുമ്പോൾ തന്നെ നല്ല രസമുള്ളൊരു കാഴ്ചകളാണ്. അതേ പ്രാവുകളൊക്കെ പറന്നു പോകുന്നു. ഭയങ്കരമായിട്ടും എന്നാ പറയുക, സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണ് അത് കാണുന്നത്. പിന്നെ നിങ്ങൾ ആദ്യം കണ്ട ഇതൊരു സ്പോൺസേർഡ് വീഡിയോ ആണ്, എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. നിങ്ങൾക്ക് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ആ ലിങ്കിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് നോക്കി എന്ത് പ്രാവുകളായിരിക്കുന്നത് നോക്കി. പിന്നെ അതിൻ്റെ ആ ഒരു ഡെക്കറേഷനൊക്കെ കണ്ടു നോക്കി, നല്ല രസമില്ലേ കാണാൻ. എന്തായാലും നല്ലൊരു ഫീലാണ്. ചിലപ്പം ഈ വീഡിയോ ലെങ്ത് കൂടാനൊക്കെ സാധ്യതയുണ്ടായും കേട്ടോ. അപ്പം നിങ്ങൾക്ക് സാധിക്കുന്ന പോലെ സമയമുള്ള പോലെ നിങ്ങൾ കാണണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. എല്ലാവരും റെസ്റ്റ് എടുക്കുവാണ്. നോക്കി ആൾക്കാരൊക്കെ വന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. പിന്നെ അവരുടെ പെറ്റ്സും നോക്കി അവരുടെ കൊണ്ട് കളിപ്പിക്കുന്നു. Israel, Russia. Rashid. I am the last prophet of God. ഇവിടെയുണ്ട്.
ഇത് വിശേഷ ദിവസങ്ങളിൽ യഹൂദന്മാർ പ്രാർത്ഥിക്കുന്ന അതല്ലെങ്കിൽ അങ്ങനെ അതിനുവേണ്ടി വെച്ചിരിക്കുന്ന ഒരു ഇതാണ്. ഇവർക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ ഇങ്ങനെ കൈകളിൽ കെട്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും. ഇവിടെ കൂടുതലും ഡ്രസ്സാണ്. ഡ്രസ്സ് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും ഉണ്ട്. ടൂറിസ്റ്റുകൾക്ക് വേണ്ട എന്തെല്ലാം സാധനങ്ങളാണോ അതെല്ലാം ഇവിടെ ഉണ്ട്. കൊന്ത അങ്ങനെ കുറേ കാണാനുണ്ട്. ചേച്ചി ഒരു തെപ്പിയൊക്കെ എടുത്ത് വെച്ചത്. അടിപൊളിയാണോ? ബട്ട് എനിക്കിഷ്ടപ്പെട്ടത് ഈ കളർ. ഈ കളർ നിർത്തി. എന്നാ പറഞ്ഞേ? അദ്ദേഹം പറഞ്ഞത് വീഡിയോ ഇവിടെ അലൗഡ് അല്ല, അടുത്ത കടയിലേക്ക് ഓടിയേക്കാം. ഇതാണ് നമ്മുടെ കോഫി ഒക്കെ മൂടി വെക്കാൻ ഉപയോഗിക്കുന്ന സാധനം. ഓക്കെ. ടേബിളല്ലേ. ഷലോം. ഷെക്കലിന് 4 എണ്ണം കിട്ടും. 100 ഷെക്കലിന് 4 എണ്ണം, 30 ഷെക്കലിന് ഒരെണ്ണം. ഇതുപോലത്തെ ബർമൂഡയ്ക്ക് 1 ഷെക്കലിന് 60, 2 ആണെങ്കിൽ 100 ഷെക്കൽ. പുള്ളിക്ക് ഏറ്റവും ക്രേസ് ഉള്ള സാധനമാണത്, അതുകൊണ്ട് അവിടെ പോയി നിൽപ്പുണ്ട്. ഒരെണ്ണത്തിന് 5 ഷെക്കല്, 3 എണ്ണത്തിന് 10 ഷെക്കല്. അതായത് 5 ഷെക്കൽ എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ നാട്ടിൽ 400 രൂപ അടുത്ത് വരും അല്ലേ? അതായത് 97 ഷെക്കൽ അടുത്ത് വരും ഒരെണ്ണത്തിന്. അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ അടുത്ത കടയിലേക്ക് നീങ്ങുന്നു. അവിടെ കുറേ ചെരുപ്പുകളാണ് കാണാൻ സാധിക്കുന്നത്. ലെതറിൻ്റെ ചെരുപ്പാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കുറേ. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഷൂ ഒക്കെയാണ്. എന്തായാലും വിസിറ്റ് ചെയ്യാനോട് വരുന്നവരെ ആകർഷിക്കാൻ വേണ്ടിയാണ് ഈ തരത്തിലൊക്കെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ അല്ലാതെ ഇവിടെയുള്ളവരും വരുന്നവരുണ്ട്. അതുപോലെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ബീച്ചും. അതുകൊണ്ട് ഇതൊരു നല്ലൊരു പ്ലേസാണ് ഇവർക്ക് മാർക്കറ്റ് ചെയ്യാൻ തന്നെ.
എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ശനിയാഴ്ച ദിവസങ്ങളിലാണ് അവധിയുള്ള ദിവസം. അന്ന് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് ശനിയാഴ്ച ഫുൾ ഡേ അങ്ങനെയാണ്. അപ്പോൾ ഈ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് വരുമ്പോൾ തന്നെ മിക്ക ഷോപ്പുകളും തന്നെ അടയ്ക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ മിക്ക സ്ഥലങ്ങളും തന്നെ ക്ലോസ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ കാണേണ്ട സ്ഥലങ്ങളും നിങ്ങളെ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളുമൊക്കെ. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. ഈ ഫാമുകളൊക്കെ ഇവിടെ പലരും ചോദിക്കാറുണ്ട് ഫാമുകളെ കുറിച്ച് വീഡിയോ ചെയ്യാമോ എന്നൊക്കെ. ഈ ഫാമുകളൊക്കെ പൊതുവെ വർക്കിംഗ് ഡേയ്സ് മാത്രമാണ് ഓപ്പൺ ആയിട്ട് കിടക്കുന്നത്. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഒരാൾ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്, ഞാനും അദ്ദേഹത്തെ ഒന്ന് ശ്രദ്ധിച്ചു. നമുക്കൊന്ന് നോക്കാം. എന്തായാലും നമുക്ക് അടുത്ത കടയിലേക്ക് നീങ്ങാം. പാസ്പോർട്ട് ഹോൾഡർ. ഇത് പാസ്പോർട്ടാണോ അതോ? പാസ്പോർട്ടൊക്കെ ട്രാവലിംഗ് ടൈമിൽ. ഓക്കെ ഓക്കെ. ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്. ഇത് നമ്മൾ മേശയിലൊക്കെ വിരിക്കുന്ന മേശയിലേക്ക് വിരിക്കുന്ന വിരിയാണ്. അവരിവിടെ, അതായത് അടുത്തയാഴ്ച പെസയാണ്, പെസ. അപ്പം അതിനെ തുടർന്ന് അവർ മേശയിലൊക്കെ വിരിക്കുന്നത്. ഇതാണെങ്കിൽ അവർ ബ്രെഡ് മൂടി വെക്കുന്നതാണ്. ഇത് ഈ കാണുന്ന വട്ടത്തിൽ കാണുന്നത് സംഭവം. ഇനി ഇതേ അങ്ങോട്ട് പോയാൽ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ചെന്നിരിക്കുന്ന ഈ കട, അതായത് ജൂയിഷിൻ്റെ കുറേ അവർ പാരമ്പര്യമായിട്ട് ഉപയോഗിക്കുന്ന കുറേ വസ്തുക്കളൊക്കെയുള്ള ഒരു കടയാണ്. ഇത് ചിലപ്പോൾ ഒത്തിരി നിങ്ങളെ കാണിക്കാനുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് സമയമെടുത്തത് കാണാം. ആദ്യമേ തന്നെ ഞാനൊന്ന് ജസ്റ്റ് അതിൻ്റെ ചുറ്റുവട്ടം ഒന്ന് കാണിച്ചിട്ട് അകത്തേക്ക് കയറാം നമുക്ക് പതുക്കെ. ഇതിൻ്റെ ഓരോ സംഭവത്തിനും ഓരോരോ മീനിങ് ഒക്കെ ഉള്ള ഓരോരോ കാര്യങ്ങളാണ് ഇവർക്കുള്ളത്. ഇവരുടെ എല്ലാ കാര്യത്തിനും എല്ലാ ഇതിനും എന്തെങ്കിലുമൊക്കെ ഒരു കഥ പറയാൻ അവർക്കുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചരിത്രം പറയാൻ അവർക്കുണ്ടായിരിക്കും. താലാണ് വയലിൻ വായിക്കുന്നു, ഫ്ലൂട്ട്, ഗിറ്റാർ. ഇത് എന്തുകൊണ്ടാണ് സംഭവം ഉണ്ടാക്കിയേക്കുന്നവര്? തിരിയല്ലേ ചേച്ചി? തിരി ഇതിൻ്റെ അകത്ത് ഇതെല്ലാം മെഴുകുതിരിയാണ്. കൂട്ടുകാരെ, ഈ വീഡിയോയുടെ ബാക്കി അടുത്ത ദിവസം വരും. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.